അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജന്മം എവിടെയെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാവണം. അവിടെ ഒരു പ്രത്യേക തരം ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സ്ഥലമായിരുന്നു. ഓ ഞാൻ ആ അങ്ങനെയുണ്ട്. സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആ കൊലപാതകം ആണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. കാസർഗോഡ് ജില്ല, മലപ്പുറം ജില്ല, പിന്നെ കോഴിക്കോട് ജില്ല. സമ്പന്നമായ ഒരു കാലഘട്ടം, 32 കൊല്ലം ജോലി ചെയ്തൊരു സ്ഥലം എന്ന നിലയ്ക്കും, പിന്നെ അവിടുത്തെ ഒരു ഒരു ജീവിത പശ്ചാത്തലം, ജനങ്ങളുടെ ഒരു സാമൂഹ്യമായ അവസ്ഥ, രാഷ്ട്രീയ ചിന്താഗതികൾ, സാംസ്കാരിക പ്രവർത്തനം, ഇതെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഏറെ ആകർഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ കരുളായിൽ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് മാനവീയം. പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായത് ഞങ്ങളുടെ ഒരു മാസ ശമ്പളം സർക്കാരിന് കൊടുക്കുക. കാരണം ഇത്രയും 10-30 കൊല്ലം ഞങ്ങൾക്ക് ശമ്പളം തന്നത് സർക്കാരാണ്. ഏത് സർക്കാരായിക്കോട്ടെ. വളരെ ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന ഒരാൾ നിലയ്ക്ക് ആ നാട് എനിക്ക് 14 തവണ യാത്രയപ്പ് നൽകി. പ്രിയമുള്ളവരെ, BBC-യുടെ വർത്തമാനം എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥി ഒരു റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. അദ്ദേഹം അധ്യാപകൻ മാത്രമല്ല, ഒരു സാമൂഹിക പ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം തന്നെ ജനങ്ങളോട് വലിയൊരു സ്നേഹം കാണിച്ച വ്യക്തിയാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ഈ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പേര് PK ശ്രീകുമാർ. ശ്രീ PK ശ്രീകുമാർ സാറിനെ വർത്തമാനത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാറേ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. സാറ് ജനിച്ചു വളർന്നത് ചങ്ങനാശ്ശേരിയിലല്ലേ? എൻ്റെ സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എവിടെ? മാടപ്പള്ളി എന്ന് പറയും. മാടപ്പള്ളി എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി ഒരു 8 കിലോമീറ്റർ റോഡിൽ CB റോഡ്, ചങ്ങനാശ്ശേരി വാഴൂർ റോഡ്, ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. മാടപ്പള്ളിയിലാണ് എൻ്റെ സ്വദേശം. അവിടെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. അവിടെ കുറുമ്പനാടം സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ആണ് എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. പിന്നീട് ഞാൻ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലാണ് ഡിഗ്രിക്ക്. അത് ഏത് വർഷമായിരുന്നു? അത് 82 ആ വർഷമായിരുന്നു. 2 കൊല്ലം അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. പിന്നീട് ഞാൻ TTCക്ക് പോവുക ചെയ്തത്. പ്രീ ഡിഗ്രി ഏത് ഗ്രൂപ്പായിരുന്നു? പ്രീ ഡിഗ്രി ഞാൻ തേർഡ് ഗ്രൂപ്പ്. TTCക്ക് പോയി. അധ്യാപകൻ ആവാനുള്ള ഒരു മോഹം സാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് അത് വന്ന് പെട്ടെന്നാണ്. ചില ജോലികളിലൊക്കെ നമ്മൾ വന്നുപെടാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചില ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ചിലർക്ക് അങ്ങനെയല്ല. അവർക്ക് അധ്യാപകനാവണം, അല്ലെങ്കിൽ പത്രപ്രവർത്തകനാവണം, അല്ലെങ്കിൽ ഒരു ഗായകനാവണം. ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. സാറ് അധ്യാപകനായത് ഉള്ളിൽ അങ്ങനെ കൊണ്ടു നടന്ന ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എത്തിപ്പെട്ടതാണെന്ന് പറയുന്നതായിരിക്കും സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ. അതെ. കാരണം പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ ഒരു അധ്യാപികയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രേരണ, ഒരു ജോലി കിട്ടാനുള്ള ഒരു ഏറ്റവും ഉചിതമായൊരു മാർഗം, അന്നത്തെ കാലത്ത് അധ്യാപകരെ കിട്ടാനൊക്കെ പ്രയാസമാണ്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തൊക്കെ. അപ്പം സിസ്റ്റർ മലബാറിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ TTCക്ക് പോയാൽ നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ജോലി ലഭിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ആണ് ഞാൻ ആ രംഗത്തേക്ക് കടന്നു വന്നത്. അങ്ങനെ 2 കൊല്ലം TTCക്ക് പോയി. എവിടെ പോയി? 83 to 85 തടിയൂർ, റാന്നി, പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്ത് തടിയൂർ NSSന്റെ ഒരു BTS ഉണ്ട്. ഇന്നിപ്പോൾ TTI ആണ്. BTS എന്നാണ് പറയാം, ബേസിക് ട്രെയിനിങ് സ്കൂൾ. അപ്പോൾ അങ്ങനെ അവിടെയാണ് 2 കൊല്ലം ഞാൻ എൻ്റെ ട്രെയിനിങ് ജീവിതം നടത്തിയത്. അപ്പോൾ 85 കോഴ്സ് പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങി. ജോലി ഏത് വർഷം കിട്ടി? ജോലി 85 തന്നെ കിട്ടി. എവിടെയാണ് വളരെ ഭാഗ്യം എന്ന് പറയാൻ കാരണം, അന്ന് ഞാൻ നേരെ കാസർഗോഡ് ജില്ലയിൽ പോയി എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തു. അന്ന് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യണം. അവിടെ ഒരു കെയർ ഓഫ് അഡ്രസ്സ് വേണം. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ ഉള്ളത് കൊണ്ട് സിസ്റ്ററുടെ കെയർ ഓഫ് അഡ്രസ്സിൽ ഞാൻ അവിടെ പേര് രജിസ്റ്റർ ചെയ്യും. സെപ്റ്റംബറിൽ, ഞാൻ ജൂണിൽ ഒരു പാസ്സായി ഇറങ്ങി, സെപ്റ്റംബർ 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ഗവൺമെൻറ് UP സ്കൂളിൽ ഒപ്പിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. ആദ്യമായി ഒരു ക്ലാസ്സിലെ കുട്ടികളെ അഭിമുഖീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു എന്താണ് അനുഭവം എന്ന് പറയാമോ? അത് വളരെ രസകരമാണ്. അതാ കാരണം ഞാൻ ജോലി ചെയ്തത് കർണാടക കേരള ബോർഡറിലുള്ള ഒരു സ്കൂളിലാണ്. അവിടെ 7 ഡിവിഷൻ കന്നഡയും 7 ഡിവിഷൻ മലയാളവുമാണ്. GUPS പാണ്ഡി എന്ന് പറയും, അടൂർ സെക്കൻഡ് അങ്ങനെ സ്കൂളിന്റെ പേര്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. ഒരു സ്കൂളിലേക്ക് പ്രവേശിക്കുക, ട്രെയിനിങ് സമയത്ത് കുട്ടികളെ അഭിമുഖീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഔദ്യോഗികമായിട്ടൊരു അധ്യാപകൻ നിലയ്ക്കുള്ള ആദ്യത്തെ എൻ്റെ രംഗപ്രവേശം സെപ്റ്റംബർ 24-ാം തീയതി.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് കുട്ടികളുടെ ഇടയിൽ. കന്നഡ ഭർത്ത കന്നഡയാ, കന്നഡ കൊത്താ കുത്തില്ല കന്നഡ കുത്തില്ല. 6 മാസമാണ് നിന്നെങ്കിലും പഠിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അപ്പൊ അതെന്റെ ഭാഗത്തുള്ള ഒരു കുറവാണ്. അപ്പോൾ അങ്ങനെ അവിടെ 6 മാസം ജോലി ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഞാൻ 2ാം ക്ലാസ്സിലേക്കാണ് ആദ്യമായിട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ ആ കുട്ടികൾ വളരെ ഒരു ആകാംക്ഷയോടെയും കൂടി എൻ്റെ ഭാഷ അവർക്ക് അത്ര ഈ കാസർഗോഡ് ഭാഷയും ഇവിടെയുള്ള ഭാഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് മറ്റേ പിന്നെ കർണാടക ബോർഡർ ആണെങ്കിൽ അതിനകത്ത് കന്നഡയുടെ സ്വാധീനമുണ്ട്. അപ്പൊ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അവരുടെ പല വാക്കുകളും പല രീതികളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ വരുന്നതും അങ്ങനെ പറ്റുന്ന ചില അബദ്ധങ്ങളും ഒക്കെ നമുക്ക് അത് രസകരമായിട്ടൊരു ജീവിതമായിരുന്നു 6 മാസം. അതായത് കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 24 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവിടുന്ന് ബസ് ഇറങ്ങി ഒരു മല കടന്ന് ഒരു പുഴ കടന്ന് വേണം ആ സ്കൂളിലെത്താൻ. അപ്പൊ അത്ര വളരെ ദുർഘടമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ചാണ് ആ സ്കൂളിലെത്തുക. അപ്പൊ ഞങ്ങൾ സ്കൂളിലാണ് താമസിക്കുക. വേറെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വേറെ യാതൊരു വിനോദ ഉപാധികളും ഇല്ല. അപ്പോൾ ഒരു ലോഡ്ജുണ്ട്. ഞങ്ങളൊരു 10-16 പേര് അവിടെ ഉണ്ട്. കന്നഡക്കാരും ഉണ്ട്, മലയാളക്കാരും ഉണ്ട്. അങ്ങനെ താമസിച്ച് 6 മാസം മാർച്ച് മാസം 30-ാം തീയതി വരെ അവിടെ ജോലി ചെയ്തു. അന്നത്തെ എന്തെങ്കിലും അനുഭവം മനസ്സിൽ തട്ടുന്ന രസകരമായിട്ടുള്ള ഏതെങ്കിലും അനുഭവം? അത് മനസ്സിൽ തട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക തരം ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സ്ഥലമായിരുന്നു. അതായത് രാഷ്ട്രീയ വൈര്യത്തിന്റെ ഭാഗമായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. തലേ ദിവസം വരെ ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് എനിക്ക് അന്ന് വളരെയേറെ ഞെട്ടലുണ്ടാക്കിയൊരു അനുഭവമാണ്. കാരണം അത് രാഷ്ട്രീയ വൈര്യത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ ജാതീയപരമായ വർഗീയപരമായ ഒരു അവിടെ ഈ മണിയാണിമാർ എന്ന് പറയുന്ന സമുദായമുണ്ട്. അവർ അവിടുത്തെ ഏറ്റവും ജന്മികളാണ്. അവർ താഴെ സമുദായക്കാരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവരെ അവഗണിക്കുകയും അവരെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതി അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയവും മതപരമായ പ്രശ്നമെല്ലാം കൂട്ടിക്കലർന്നുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. അത് നമുക്ക് ഏറ്റവും 6 മാസം എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ, ഞാൻ ആ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആ കൊലപാതകം ആണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അത് നമ്മളെ ഞെട്ടിച്ച്. കാരണം എനിക്കന്ന് 18 വയസ്സ് 20 വയസ്സായിട്ടേ ഉള്ളൂ. 85-ലാണ് ഈ സംഭവം. 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ആ ഇളം മനസ്സിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിയ ഒരു സംഭവമാണ്. കാസർഗോഡ് ജില്ല കൂടാതെ വേറെ 2 ജില്ലകളിൽ കൂടി സാറ് ഈ അധ്യാപകനായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ജില്ല ഏതായിരുന്നു? അതെ, പിന്നെ ഞാൻ അവിടുന്ന് എംപ്ലോയ്മെന്റ് ജോലി ചെയ്ത ശേഷം 87-ല് പെരിന്തൽമണ്ണ സബ് ജില്ലയിൽ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സബ് ജില്ലയിലാണ് പിന്നെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി വാങ്ങുന്നത്. അത് ജോലി വേണമെന്നുള്ള അപ്പോഴേക്കും ഞാൻ അധ്യാപകനാകാനുള്ള ഒരു ആഗ്രഹം തയ്യാറെടുപ്പായി. ഒരു 6 മാസം എക്സ്പീരിയൻസോട് കൂടി എനിക്ക് കുട്ടികളോടുള്ള ബന്ധവും അധ്യാപന ജോലിയുടെ ഒരു പവിത്രതയും ഒക്കെ ആഴത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് സ്പർശിച്ചതിൻ്റെ ഭാഗമായിട്ട് ജോലി വേണം എന്നുള്ള മറ്റൊരു ഫീൽഡിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ പുലാമന്തോൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു എയ്ഡഡ് UP സ്കൂളിൽ ഞാൻ ജോലി പ്രവേശിക്കുന്നത്. 1987 ജൂലൈ 15-ന് ആണ് ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലാണ് ഈ പുലാമന്തോൾ. അവിടെ അടുത്തുള്ള AUPS ചെമ്മല എന്നാണ് സ്കൂളിന്റെ പേര്. അവിടെയാണ് ഞാൻ. ഈ 2 ജില്ല കൂടാതെ വേറെ ഏതെങ്കിലും ജില്ലയിൽ ജോലി ഉണ്ട്? പിന്നീട് ആ 4 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു. 91-ല് ഞാൻ ഗവൺമെന്റ് സർവീസിലേക്ക് PSC വഴി ജോലിക്ക് മാറുകയാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഞാൻ കക്കാടംപൊയിൽ, ഇന്ന് ഏറെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കക്കാടംപൊയിൽ എന്ന് പറയും. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും, കേരളം തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെയാണ് ഒരു ഗവൺമെന്റ് LP സ്കൂൾ. ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്ന ഒരു സ്കൂളാണ്. അപ്പം നമ്മുടെ ആദ്യ നിയമനമാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോകേണ്ടി വന്നു. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. അങ്ങനെയാണ് കാസർഗോഡ് ജില്ല, മലപ്പുറം ജില്ല, പിന്നെ കോഴിക്കോട് ജില്ല, അങ്ങനെ 3ാമത്തെ ജില്ലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. വീണ്ടും മലപ്പുറത്തേക്ക് വന്നു. അത് എന്നിട്ട് ഞാൻ അവിടെ 91-ൽ അവിടെ ജോയിൻ ചെയ്യുന്നു. 98 വരെ കോഴിക്കോട് ജില്ലയിൽ ജോലി ചെയ്തു. 98-ല് ഞാൻ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ. അപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞ് വൈഫ് നിലമ്പൂർ സബ് ജില്ലയിൽ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യും. അപ്പൊ ഞാൻ കോഴിക്കോടും വൈഫ് നിലമ്പൂരുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റൻസ്, വൈഫിന്റെ പേര് ലാജിയാണ്. അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരം ഞാൻ ഡെയിലി പോയി വരികയായിരുന്നു അന്ന്. അപ്പൊ യാത്രാ ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്തു. അങ്ങനെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സബ് ജില്ലയിലെ കരുളായി പഞ്ചായത്തിലാണ് പിന്നെ എൻ്റെ. കരുളായി പഞ്ചായത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 32 വർഷം.
അതായത് ദീർഘകാലം കാലം എന്ന് പറയാവുന്നത് അതെ, അതെ, കല്ലായിയാണ്. അതെ അതെ കല്ലായിയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അത് ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥലമാണ് കരുളായി. കാരണം അതിന് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു കാലഘട്ടം 32 കൊല്ലം ജോലി ചെയ്ത ഒരു സ്ഥലം എന്ന നിലയ്ക്കും പിന്നെ അവിടുത്തെ ഒരു ജീവിത പശ്ചാത്തലം, ജനങ്ങളുടെ ഒരു സാമൂഹ്യമായ അവസ്ഥ, രാഷ്ട്രീയ ചിന്താഗതികൾ, സാംസ്കാരിക പ്രവർത്തനം, ഇതെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഏറെ ആകർഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. വളരെ നമ്മൾ ഈ പുറമേ കാണുന്ന പോലെ അല്ല, ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണത്. വിവിധ ജാതിമതത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിലും വളരെ സൗഹാർദ്ദപരമായിട്ടും വളരെ മതേതര ചിന്തയോടുകൂടിയും ജനങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് തീർച്ചയായിട്ടും കരുളായി എന്ന് ആലോചിക്കുമ്പോൾ അവിടെ നിന്ന് വിട്ടു പോരാൻ പോലും എനിക്ക് വളരെ മടിയായിരുന്നു. വളരെ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ കരിമണ്ണൂർക്ക് വരുന്നത്. അപ്പോൾ 32 കൊല്ലം ഞാൻ അവിടെ എൻ്റെ അധ്യാപന ജീവിതവും സാംസ്കാരിക പ്രവർത്തനവും മറ്റു സാമൂഹിക പ്രവർത്തനവും എല്ലാം ഞാൻ നടത്തിയത് അവിടെയാണ്. PK ശ്രീകുമാർ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു മനുഷ്യസ്നേഹിയാണ്. അത് ഞാൻ നിങ്ങൾ എത്തിക്കൊണ്ടിങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ല. നാട്ടിൽ സമൂഹത്തിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഏതെല്ലാം രീതിയിൽ അതിൽ പങ്കെടുക്കാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ സമൂഹത്തിലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അഭിമുഖം നടത്താൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഫാക്ടർ അതാണ്. ഈ സ്കൂളിൽ ഉള്ള കാലത്താണല്ലോ മാനവീയം എന്ന് പറയുന്ന ഒരു പദ്ധതി വരുന്നത്. എന്താണ് മാനവീയം കൊണ്ട് സാർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ? അതെ, അത് ഏത് വർഷമായിരുന്നു? അത് അധ്യാപകൻ നിലയ്ക്ക് എൻ്റെ പ്രവർത്തനം ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ കുറച്ചുകൂടി ഇടപെടണം, മനുഷ്യരെ, പാവങ്ങളെ ചേർത്ത് നിർത്തണം, അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കരുളായിൽ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് മാനവീയം. അത് ഏത് വർഷമായിരുന്നു? അത് അവസാന കാലഘട്ടത്തിലാണ് അത് തുടങ്ങിയത്. 2021 ഞാൻ റിട്ടയർ ചെയ്ത ശേഷമാണ് ആ പ്രവർത്തനം. 2021 ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത ശേഷമാണ് ഈ മാനവീയം തുടങ്ങുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് ധാരാളം രോഗികൾ, പാവപ്പെട്ട, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന അവസ്ഥയിൽ കിടക്കുന്ന രോഗികളുണ്ട് നമ്മുടെ പ്രദേശത്ത്. ഞാൻ അവിടെ പാലിയേറ്റീവിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ, അതായത് കിടപ്പ് രോഗികളെ അവർക്ക് സ്വാന്തനമേകുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ്. അപ്പോൾ ആ പാലിയേറ്റീവിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് 2 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ആ പ്രദേശത്തെ മിക്കവാറും രോഗികളുടെയൊക്കെ വീടുകളിൽ സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞു കിടക്കുന്ന, അവര് ഒരു മാനസികമായൊരു ഉല്ലാസവും ഇല്ലാതെ വളരെ മാനസിക സമ്മർദ്ദത്തിൽ കിടക്കുന്ന രോഗികളെ കാണാൻ ഇടവന്നു. അപ്പൊ ഇവരുടെ ജീവിതത്തിലേക്ക് അല്പമെങ്കിലും വെളിച്ചം വീശണം, അല്പമെങ്കിലും അവർക്ക് സമാധാനവും സുഖവും കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് എന്താണോ വേണ്ടത് അത് അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് മാനവീയം രൂപപ്പെടുന്നത്. അത് പ്രധാനമായും നമ്മൾ ചെയ്ത ചികിത്സാ സഹായം, രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ അവരുടെ വീടുകൾക്ക് എന്തെങ്കിലും റിപ്പയർ വരികയാണെങ്കിൽ, വീട് ഓടിട്ട വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിപ്പയർ, അല്ലെങ്കിൽ അവർക്ക് വീട്ടിലെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചെലവുകൾ, ഇത്തരമുള്ള അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ അന്വേഷിച്ച് അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ചെയ്തത്. ഒരു 10, 100, 150 പേരടങ്ങുന്ന ഒരു മാനവീയം. അതെ. അപ്പോൾ സമാന മനസ്കരായ ആളുകളെ ഞാൻ കൂട്ടിച്ചേർത്ത് അതൊരു കമ്മിറ്റിക്ക് ഉണ്ടാക്കി അതിലെ കുറെ അംഗങ്ങളെ ആഡ് ചെയ്ത് അവരോട് ഓരോ വിഷയം, നമ്മുടെ അടുത്ത് വരുന്ന വിഷയങ്ങൾ ആ ഗ്രൂപ്പിൽ അറിയിച്ച് അപ്പോൾ തന്നെ അവർ 100, 500, 1000, 2000 ഒക്കെ അവർ അയച്ചു തരും. ആ തുക ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്തു കൊടുക്കുകയാണ്. ഒരു രോഗിക്ക് മരുന്ന് വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീൽ ചെയർ വേണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശുപത്രി സഹായം, കൂട്ട് ഇരിക്കാൻ ഒരാൾ വേണം, ഇങ്ങനെയൊക്കെയുള്ള പല ആവശ്യങ്ങളും അവർക്ക് വരാം. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ആ സമയത്ത് ഇടപെട്ട് അപ്പോൾ പരമാവധി പാവങ്ങളെ ചേർത്ത് നിർത്തുക, അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ കെട്ടിടം പണിക്ക് വേണ്ടി സാർ 1 ലക്ഷം രൂപ സംഭാവന കൊടുത്തു. അത് ഞാൻ പറയുന്നത് വെച്ചാൽ അത് ആ പ്രസ്ഥാനത്തിൽ ഇടപെട്ടപ്പോൾ ആ പ്രസ്ഥാനം എത്രമാത്രം ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഒരു പാലിയേറ്റീവിന്റെ ചുമതല എന്താണ്, അത് ജനങ്ങൾക്ക് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്നുള്ള
ഒരു ചിന്തയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അത് നമ്മുടെ ഒരു പ്രാഥമിക കടമയാണ്, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയ്ക്ക്. അപ്പം മനുഷ്യന്റെ ദുരിതം കണ്ടറിയുകയും അവന്റെ ജീവിതത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം എന്താണോ എന്ന് തിരിച്ചറിഞ്ഞ് അത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ. അപ്പോൾ ആ ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടാവണം. അതിന് നല്ലൊരു കെട്ടിടം വേണം, സൗകര്യങ്ങൾ വേണം, അവർ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സംവിധാനം വേണം, വാഹനങ്ങൾ വേണം, നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണം, ഡോക്ടർക്ക് ഒത്തിരി ചെലവുകളുണ്ട്. ഒരു പാലിയേറ്റീവ് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതൊരു ജനങ്ങളുടെ കൂട്ടായ്മയാണ്. ഒരു പൈസ പോലും ഗവൺമെന്റ് സഹായമില്ല. തികച്ചും ജനകീയമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു കളക്ഷൻ ഉണ്ട്, വൺ ഡേ കളക്ഷൻ. ജനുവരി 15 പാലിയേറ്റീവ് ഡേ ആണ്. അപ്പോൾ ആ ജനുവരി 15 നടത്തുന്ന വൺ ഡേ കളക്ഷനിൽ നിന്നാണ് 10-18 ലക്ഷം രൂപയാണ് ജനങ്ങൾ തരുന്നത്. അതാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഇങ്ങനെ ഇതിന് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായത്. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ആ പാലിയേറ്റീവ് പ്രസ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് പിന്നെയാണ് ഞാൻ മാനവീയം, ഞാൻ പറഞ്ഞല്ലോ പാലിയേറ്റീവ് പ്രവർത്തിച്ചപ്പോഴാണ് മാനവീയം ഉണ്ടാകുന്നത്. 2019-21 2 വർഷമാണ് ഞാൻ പാലിയേറ്റീവിന്റെ പ്രസിഡന്റ് ആയത്. ആ സമയത്താണ് പാലിയേറ്റീവിന് ഒരു സ്വന്തമായി കെട്ടിടം പണിയാൻ ഒരു സ്ഥലം അന്വേഷിച്ചു പോവുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കണ്ട് അദ്ദേഹം സൗജന്യമായിട്ട് നമുക്ക് 10 സ്ഥലം തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ആദ്യമായിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞൊരു വാഹനം വേണം. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യം പറഞ്ഞു. ആദ്യം കുറച്ച് രൂപ ചോദിക്കാൻ ഞങ്ങൾ പോയത്. പക്ഷെ അത് പറഞ്ഞു, സാറേ നിങ്ങൾ പൈസ ഞാൻ തരാം, നിങ്ങൾക്ക് ഒരു വാഹനം ഫുള്ളായിട്ട് ഞാൻ മേടിച്ചു തരാം അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഷഫീഖ് പത്വറ എന്ന് പറയും. അതുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഗൾഫിലാണ്, ഒരു പ്രവാസി വ്യവസായിയാണ്. ഷഫീഖ് പത്വറ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 9 ലക്ഷം രൂപയാണ് ആ വാഹനം സ്വന്തമായി അദ്ദേഹത്തിന്റെ വകയായിട്ട്. അന്നത്തെ നിലമ്പൂർ MLA PV അൻവറാണ് ആ വാഹനം കൈമാറിയത്. അത് വലിയൊരു ചടങ്ങ്, കരളായിൽ വലിയ ചടങ്ങൊക്കെ വെച്ച് അത് കൈമാറിയത്. അപ്പോൾ ധാരാളം വ്യക്തികൾ ഇതിലേക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ജീവനം. ആ ജീവനത്തിന്റെ കാര്യങ്ങൾ കൂടി ജീവനവും ഇതുപോലെ വ്യത്യസ്തമായ ഒരു ചിന്തയിൽ നിന്നുണ്ടായതാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് കരുളായി പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ, ഇന്നത്തെ ഫാമിലി ഹെൽത്ത് സെന്റർ, അതിന്റെ അടുത്തായിരുന്നു. അപ്പൊ നിരന്തരം ഈ രോഗികൾ, പ്രത്യേകിച്ച് ആദിവാസി മേഖലയാണ് കരുളായി എന്ന് പറയുന്നത്. ആദിവാസി മേഖലയില് ആളുകൾ രാവിലെ വരും. അവർ 6 മണി 7 മണിക്ക് വന്ന് കാട്ടിൽ നിന്ന് നടന്നു വേണം വരാൻ. നടന്നു വന്ന് ആ PSCയുടെ അവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ല, അടുത്തെങ്ങും കടയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ കൂടി ആലോചിച്ച് എന്താണ് ഒരു സംവിധാനം. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു റൂം വാടകയ്ക്ക് എടുത്തു. ജീവനം എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടാക്കി അവിടെ വരുന്ന മുഴുവൻ രോഗികൾക്കും കൂട്ടാളികൾക്കും അവർക്ക് ഒരു ചായയും ഒരു ലഘുഭക്ഷണവും കൊടുക്കുക സൗജന്യമായിട്ട്. അത് ഞങ്ങൾ റൂം വാടകയ്ക്ക് എടുത്തു. അതിന്റെ പാത്രങ്ങളും ഗ്യാസും എല്ലാ സംവിധാനം ഉണ്ടാക്കി ഇവിടെ കൂലിക്ക് ഒരാളെ വെച്ചു. അതൊക്കെ ഞങ്ങളുടെ ഫണ്ടിൽ നിന്നാണ്. അപ്പൊ ഇത് മാനവീയല്ലോ കേട്ടോ, ഇത് ജീവനമാണ്. മാനവീയം വേറെ നടക്കുന്നു. ഇത് ജീവനം എന്ന പേരിൽ ഒരു സ്വതന്ത്രമായ ഒരു സംഘടന രൂപീകരിച്ച് അവിടെ അത് ഒരു 2 കൊല്ലത്തോളം ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ ആ പ്രസ്ഥാനം അവിടെ നടന്നു. പിന്നീട് ഇപ്പൊ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും അത് അങ്ങനെ ഒരു പ്രളയകാലത്ത് സാറിന്റെയും സാറിന്റെ വൈഫിന്റെയും 1 മാസത്തെ ശമ്പളം ആ പ്രളയ ദുരന്തം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായിട്ടും ആ പ്രളയകാലത്തെ ആ ഒരു അനുഭവവും ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. അതായത് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമാണ് നിലമ്പൂര്. നമുക്കറിയാം, കവളപ്പാറ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, പോത്തുകല്ല് പഞ്ചായത്തില്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായ ഒരു പ്രദേശം. എന്ന് മാത്രമല്ല, അന്ന് കേരളം ഒന്നടങ്കം പ്രശ്നമുണ്ടെങ്കിലും മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ജനങ്ങൾക്ക് കൂടുതൽ എന്താണ് സഹായം ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് ശമ്പളം തരുന്നത് സർക്കാരാണ്. എന്ത് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തിട്ടാണെങ്കിൽ പോലും സർക്കാരാണ്. അപ്പൊ സർക്കാരിന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ സർക്കാർ ആവശ്യപ്പെടുകയാണ്. ജീവനക്കാരോട് എല്ലാം ആവശ്യപ്പെട്ടു, നിങ്ങൾ 1 മാസത്തെ ശമ്പളം തരണം. കാരണം അവർക്കൊരു പ്രശ്നമുണ്ടായി, പ്രതിസന്ധി ഘട്ടം വരികയാണ്, സാമ്പത്തികമായി പ്രശ്നം വന്നു. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ജീവനക്കാരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനും വൈഫും തീരുമാനം എടുത്തു, ഞങ്ങളുടെ 1 മാസത്തെ ശമ്പളം
കൊടുക്കാൻ പറ്റും. സർക്കാരിന് കൊടുക്കുക. കാരണം ഇത്രയും 10-30 കൊല്ലം ഞങ്ങൾക്ക് ശമ്പളം തന്നത് സർക്കാരാണ്, ഉം. ഏത് സർക്കാരായിക്കോട്ടെ. അപ്പോൾ ആ സർക്കാരിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ തിരിച്ച് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഉം. അപ്പോൾ അങ്ങനെയാണ് ഞാനും ലാജിയും കൂടി ഒരു മാസത്തെ ശമ്പളം കലക്ടറെ നേരിട്ട് കൊണ്ടുപോയി, മലപ്പുറം ജില്ലാ കളക്ടറെ നേരിട്ട് കൊണ്ടുപോയി ചെക്ക് കൊടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ വളരെയേറെ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായ ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ ഞാനത് അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലും അത് അങ്ങനെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു പ്രശസ്തി ആഗ്രഹിച്ചില്ല. പക്ഷെ എങ്കിൽ പോലും അത് വളരെ വൈറലായിട്ട് ആ വീഡിയോ അങ്ങനെ വരികയും ചെയ്യും. മുഖ്യമന്ത്രി നമ്മുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം അതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ സാംസ്കാരിക രംഗത്തും സാറ് സജീവമാണ്. സ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന കാലത്ത് അതെല്ലാം സാംസ്കാരിക മേഖലകളിലാണ് സാറിൻ്റെ കയ്യൊപ്പ് ഒഴിഞ്ഞിട്ടുള്ളത്. അതെ, ഞാൻ അധ്യാപകൻ നിലയ്ക്ക് അതോടൊപ്പം നേരത്തെ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനം, ഈ രണ്ടുമാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്തത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഇടപെട്ട ഒരു മേഖലയാണ് സാംസ്കാരിക രംഗം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ സാംസ്കാരിക കല എന്ന് പറയുന്നത് ഏത് കലയായിക്കോട്ടെ, സംഗീതമായിട്ട് മറ്റേത് കലയായിട്ട്, ആ മനുഷ്യൻ്റെ മനസ്സിനെ നിർമ്മലീകരിക്കാൻ, അവൻ്റെ മനസ്സിൻ്റെ മാലിന്യം കഴുകിക്കളയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് കലയാണ്. ആ ഒരു കലാബോധമുള്ള ഒരാൾ, ഒരു കലാകാരൻ ഒരിക്കലും മോശം ആളാകാൻ പറ്റില്ല. അപ്പോൾ സാംസ്കാരിക രംഗം സജീവമാവണം, അത് സമ്പന്നമാവണം. നമ്മൾ ജീവിക്കുന്ന ഏത് പ്രദേശമാണെങ്കിലും ആ പ്രദേശത്തെ സാംസ്കാരിക രംഗം സജീവമായി നിലനിൽക്കണം. പി കെ ശിവകുമാർ എന്ന് പറയുന്ന അധ്യാപകനെ ഏറെ ശ്രദ്ധേയനാക്കിയ ഒരു മേഖലയാണ്, മറ്റൊരു മേഖലയാണ് സാംസ്കാരിക രംഗം എന്ന് പറയുന്നത്. സാംസ്കാരിക രംഗത്ത് സാറിൻ്റേതായ ഒരു കയ്യൊപ്പ് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രംഗത്തെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയും അധ്യാപന മേഖലയും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത ഒരു മേഖലയാണ് സാംസ്കാരിക മേഖല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികമായ ഒരു സജീവത നമ്മുടെ സമൂഹത്തിന് എപ്പോഴും ഉണ്ടാവണം. കലയും സംസ്കാരവും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് സാംസ്കാരിക പ്രവർത്തനം നന്നായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ നിലവാരം അത്ര ഉയർന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഉദാഹരണമാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ജീവിച്ച കരുളായി എന്ന പ്രദേശത്ത് സാംസ്കാരികമായി വളരെ സജീവത ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് യുവകലാ സാഹിതി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന കേരളത്തിലുണ്ട്. ആ യുവകലാ സാഹിതിയുടെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയ്ക്കുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്തിയത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആലങ്കോട് ലീലാകൃഷ്ണൻ, പ്രധാനപ്പെട്ട കഴിഞ്ഞ ഇലക്ഷനൊക്കെ മത്സരിച്ച CPIയുടെ നേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ, മലയാളത്തിൽ അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണ്. അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡന്റ്, ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പോൾ കരുളായിൽ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഇതുപോലെ സാംസ്കാരിക പരിപാടി വയ്ക്കും യുവകലാ സാഹിത്യത്തിൽ നടന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ പ്രിയങ്കരനായ മഹാകവി വയലാർ രാമവർമ്മയുടെ പുത്രൻ വയലാർ ശരത്ചന്ദ്രവർമ്മ, അദ്ദേഹത്തെ കരുളായിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധിച്ചു. അതുപോലെ കവി PK ഗോപി, അതോടൊപ്പം തന്നെ അത്തരത്തിൽ VT മുരളി, ഇങ്ങനെയുള്ള ധാരാളം സാംസ്കാരിക പ്രവർത്തകരെ കൊണ്ടുവന്ന് അവരുടെ പരിപാടി നടത്താനും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം അവിടെയുള്ള ഈ അഭിരുചിയുള്ള ആളുകളെ ഇതുവഴി എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ആ പ്രദേശത്ത് ജീവിക്കുമ്പോൾ അവിടെയുള്ള കലാകാരന്മാരെയും അതോടൊപ്പം തന്നെ ഇതുപോലെ സാംസ്കാരിക രംഗത്ത് എഴുത്തുകാരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊരു പരിപാടി നടത്തി പോയി എന്നുള്ളൊരു കാര്യമില്ല. ആ പരിപാടി കൊണ്ട് ആ പ്രദേശത്തെ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും എന്താണ് ഗുണം കിട്ടിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രാദേശിക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സംഘടന ഞങ്ങളവിടെ സർഗം കലാവേദി എന്ന പേരിൽ അത് മറ്റൊരു സംഘടന ഉണ്ടാക്കി. അത് യുവഗായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. യുവഗായകരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് പാടാനും ഗാനമേളകളിൽ പങ്കെടുക്കാനുമുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക. മറ്റൊന്ന് യുവ എഴുത്തുകാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് 4ഓളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള ഒരു അതിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായി. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, മാഷെ ഇങ്ങനെ കുറച്ച് കവിത ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് പ്രസിദ്ധീകരിച്ച് കാണുന്ന ആഗ്രഹമുണ്ട്, സാറ് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ പാലക്കാട് ആപ്പിൾ ബുക്സ് ഉണ്ട്, തച്ചമ്പാറ സ്ഥലത്ത്. അവിടെ ഉള്ളൊരു ശരത് ബാബു ആണ് അതിൻ്റെ മുതലാളി. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹമാണ് പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച് തന്നത്.
അപ്പോൾ അങ്ങനെ 4ഓളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ, അതും മന്ത്രിമാരെ, അന്നത്തെ വി എസ് സുനിൽകുമാർ, കെ രാജു, അതുപോലുള്ള GR അനിൽ, ഇവരെയൊക്കെ കരുളായിൽ കൊണ്ടുവന്ന് പ്രകാശന ചടങ്ങിൽ പങ്കെടുപ്പിച്ച് അവരുടെ കൈകൾ കൊണ്ട് ആ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഒരു അവസരം കൂടി. അങ്ങനെ ആ യുവ എഴുത്തുകാരെ ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് എഴുതിയ ആളുകൾ വരെ അതിനകത്തുണ്ട്. അതായത് ആദ്യമായിട്ട് പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ അവർക്ക് വളരെ സന്തോഷം. അവരുടെ മനസ്സിൽ ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ തെളിച്ചം, ആ മുഖത്തുണ്ടായ അത് വലിയ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പൈസ ചെലവാക്കാന്നുള്ളതല്ലോ. അത് നമ്മൾ ആർക്കാണോ സഹായം ചെയ്യുന്ന അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു തെളിച്ചം, ആ പ്രകാശം, അത് നമ്മുടെ ജീവിതത്തിലും ഒരു ഭാഗ്യമായിട്ട് വരും. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ആഹ്ലാദം, ഇതൊക്കെ നമുക്ക് തൃപ്തി വരുന്നു, സംതൃപ്തി വരുന്നു. സാർ ഈ എഴുത്തിനേക്ക് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് മലയാള നോവൽ സാഹിത്യത്തിൽ, ചെറുകഥാ സാഹിത്യത്തിൽ, സാഹിത്യം ഒന്ന് മൊത്തമായി എടുത്തു പറഞ്ഞാൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് MT വാസുദേവൻ നായരാണ്. MTയുടെ ഏത് പുസ്തകമാണ്? MTയുടെ പല, ഞാൻ പിന്നെ ഇത് പറയാൻ, നാലുകെട്ടുണ്ട്, രണ്ടാമൂഴമുണ്ട്, കാലമുണ്ട്, അതേപോലെ തന്നെ അറബിപ്പൊന്ന്, മറ്റേ NV മുഹമ്മദും കൂടി എഴുതിയ അറബിപ്പൊന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. മഞ്ഞ്, എടുത്തു പറയേണ്ട പുസ്തകം മഞ്ഞാണ്, MT എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ കാരണം എനിക്ക് MT വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് MTയുടെ തിരക്കഥകളും, MTയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് പോലും എന്താ പറയുന്നത്, അമൃതം കമ്മിയാണ്. മോഹൻലാൽ അഭിനയിച്ച അമൃതം കമ്മിയാണ്. അപ്പോൾ തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് MT മലയാളികളുടെ ഒരു ഭാഗമാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന പോലെ തന്നെ ഭാഗമാണ്. അപ്പോൾ MTയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുസ്തകം, എൻ്റെ ഇഷ്ടപ്പെട്ട പുസ്തകം നാലുകെട്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളികൾക്ക് വായനയുടെ ഒരു വസന്തം വിരിയിച്ചു കൊടുത്ത അപ്പുണ്ണി കഥാപാത്രം. അപ്പൊ വായനയുടെ വസന്തത്തിൽ കാലത്തിൽ ചെയ്തു വായനയുടെ ഒരു വസന്തം സൃഷ്ടിച്ച ആളാണ്. കാരണം പല യുവ എഴുത്തുകാരെയും രംഗത്ത് കൊണ്ടുവരാനും പലരെയും വായനയുടെ ലോകത്തേക്ക് ആനയിക്കാനും MTയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാലത്ത് 60കളിലൊക്കെ MT എന്ന് പറയുന്ന ആ ഒരു തരംഗം ഉണ്ടായിരുന്നു സാറിന്റെ കാലത്ത്. അപ്പോ ഞാനൊരു കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഞാൻ ഒരു വായനശാലയുടെ സെക്രട്ടറിയാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് പോകുന്നെങ്കിലും, ഞാൻ നിലമ്പൂരിൽ നിന്ന് പോകുന്നെങ്കിലും ഇപ്പോഴും അവിടെ ഒരു വായനശാല. അപ്പോൾ നിരന്തരം പുസ്തകങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു വായനക്കാരനൊന്നും അല്ലെങ്കിൽ പോലും വായനയുടെ ലോകത്തേക്ക് പലരെയും പിടിച്ചു കൊണ്ടുവരാനും അവരെ സഹായിക്കാനും കൈപിടിച്ച് ഉയർത്താനും ഒക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കരുളായിൽ ഒരു ദേശസേവാ സമാജം വായനശാലയുണ്ട്, അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു 2 വർഷക്കാലം. അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്ത ശേഷമാണ് അവിടെ ഒരു ചെമ്പൻ കരീം സ്മാരക വായനശാല, അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ചെമ്പൻ കരീം, അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ഒരു വായനശാല തുടങ്ങി. അതിൻ്റെ സെക്രട്ടറിയാണ് ഇപ്പോഴും ഞാൻ. അപ്പോൾ അതും അവിടെ നിരന്തരം നമുക്ക് അവിടെ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ആൾക്കാരെ വായനയുടെ ലോകത്തേക്ക് ആനയിക്കാനും ഒക്കെയുള്ള അവസരം നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ഈ MTയുടെ കാര്യം പറഞ്ഞു വെച്ചാൽ, MT സമൂഹത്തിന് ചെയ്ത അല്ലെങ്കിൽ മലയാള സാഹിത്യം ചെയ്ത സംഭാവന എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. എഴുത്തുകാരെ വായനക്കാരെയും ധാരാളം ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം അദ്ദേഹം. എന്ന് മാത്രമല്ല സിനിമാ രംഗത്ത് വ്യത്യസ്തമായ ചിന്തകൾ സംഭാവന. ഇപ്പോൾ ഭീമന്റെ കാര്യം നമ്മൾ പറഞ്ഞു, രണ്ടാമൂഴത്തിലെ ആ ഒരു ചിന്തയൊന്നും സാധാരണ ചന്തു നമ്മുടെ മനസ്സിലുണ്ടാക്കിയിരുന്ന ഒരു ഭീകരതയുണ്ട്. അതെ, ആ ഭീകരത മാറ്റി ഇങ്ങനെ ആവാമല്ലോ, വ്യത്യസ്തമായ ചിന്ത. ആ ചിന്തയിലേക്ക് മറ്റേത് പാടാൻ പൈസ കൊടുത്തിട്ട് അതെ ചുമ്മാ പാട്ടുപാട്ട് പാടുകയാണ്. പക്ഷെ അപ്പൊ ചന്തുവിനെ കുറിച്ചും അങ്ങനെ മോശമായിട്ട് പാടിയതാവാം. ഇതായിരിക്കും യഥാർത്ഥ ഒരു ചന്തു എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ മാറി ചിന്തിക്കാനുള്ള പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹിത്യകാരനാണ്. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമൂഴമാണെങ്കിലും വടക്കൻ വീരഗാഥയുടെ ആ ഒരു തിരക്കഥയാണല്ലോ ഒക്കെ. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വൈവിധ്യം ഉള്ള ചിന്തയിലേക്ക് അവരെ നയിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ആ ഏത് നില എടുത്താലും MTയെ നമുക്ക് ഒരിക്കലും മലയാളത്തിൽ മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് MTയുടെ ഒരു സാന്നിധ്യവും നമ്മുടെ MTയുടെ ഒരു ഓർമ്മയും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. മലയാളി വായനക്കാർക്ക് ഏറ്റവും പ്രിയങ്കരനായ OV വിജയൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എങ്കിലും MT അതിന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2024 സാറ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന ദീർഘകാലം അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ഒക്കെ ആയിട്ടിരുന്ന PK ശിവകുമാർ കുടുംബസഹിതം മറ്റൊരു ജില്ലയായ ഇടുക്കിയിലെ കരിമണ്ണൂരിലേക്ക് മാറുന്നു.
കരിമണ്ണൂർ കഴിഞ്ഞ 2 വർഷമായിട്ട് 2 വർഷമായി ആ. വളരെ സജീവമാണ്. അതിൽ ഒന്ന് എടുത്തു പറയേണ്ടത്, ഒന്ന് പാരിജാതം എന്ന് പറയുന്ന ഒരു സംഗീത ഗ്രൂപ്പ് സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയാമോ? അതെ, എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു അനുഭവമാണ് 2024 കരുളായി എന്ന് പറിച്ചു നടുക എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 32 വർഷം അവിടെ ജീവിച്ച ആ നാട്ടുകാരിൽ ഒരാളായി മാറിക്കൊണ്ട് അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയും സാംസ്കാരിക പ്രവർത്തന മേഖലയിലും ഒക്കെ വളരെ ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന ആൾ നിലയ്ക്ക് ആ നാട് എനിക്ക് 14 തവണ യാത്രയപ്പ് നൽകി. എനിക്ക് ഏറെ സ്വാധീനിച്ച, വേദനിപ്പിക്കുക, സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. 14 സംഘടനകൾ എനിക്ക് യാത്രയിൽ നൽകി ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ. അപ്പോൾ ആ അത്രയും മേഖലകളിൽ നമ്മൾ ഇടപെട്ടു എന്നുള്ളത് ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ജനങ്ങൾ എന്നെ എത്രമാത്രം അവിടുത്തെ കാര്യം സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കിയ ഒരു സ്നേഹമായിരുന്നു. അതെ. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മെമൻറ്റോകൾ, എനിക്ക് 2, 3, 4 ചാക്കിനകത്ത് നിറച്ചു വെക്കാൻ വരുന്ന മെമൻറ്റോകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തോ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് അന്നേരം ഉണ്ടായി. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മനുഷ്യന്റെ മനസ്സിലേക്ക് എത്രമാത്രം ആഴത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് അന്നാണ്. അപ്പൊ 2024 ഒക്ടോബറിൽ ഞാൻ അവിടുന്ന് പോരുകയാണ്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു ഭാഗമായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ വളരെ വൈറലായി. ഞാൻ എൻ്റെ വീട് പൂട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമൊക്കെ ഒരാൾ ഷൂട്ട് ചെയ്ത് ഒരു പാട്ടൊക്കെ മിക്സ് ചെയ്ത് അതിങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പൊ അത് വളരെ വികാരമായ ഒരു രംഗമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കരിമണ്ണൂർ വരുമ്പോഴും ഞാൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സാംസ്കാരിക ചിന്തയാണല്ലോ ഉണ്ടാവുക. ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഇടപെടണം, സജീവമായി നിലനിൽക്കണം. വെറുതെ വീട്ടിലിരിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങി നമ്മൾ കുടുംബത്തെ എങ്ങനെ കാണുന്നു അതുപോലെ സമൂഹത്തെ കാണുന്നു. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നതിലുപരി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഗുണപരമായി ചെയ്യണം. അത് എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല, സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അടയാളപ്പെടുത്തൽ നമുക്കുണ്ടാവണം. ഒന്ന് നമ്മളൊരു മുദ്ര ചാർത്തി വേണം പോകാൻ എവിടെ ചെന്നാലും. അപ്പോൾ കരിമണ്ണൂർ വന്നു കഴിയുമ്പോൾ എനിക്ക് അവിടെ ഞാൻ അറിഞ്ഞൊരു കാര്യം, അവിടെ ഒരു സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന ഒരു ഗായകരുടെ കൂട്ടായ്മ അവിടെ ഇല്ല. ഒരു സാംസ്കാരിക സംഘടന അവിടെ ഉണ്ട്, കൈരളി സാംസ്കാരിക വേദിയുണ്ട്, പക്ഷെ ഒരു ഗായകരുടെ കൂട്ടായ്മ അവിടെ ഇല്ല, ഗായകരുടെ കൂട്ടായ്മയില്ല. അപ്പൊ ഞാൻ അവിടെ പാരിജാതം എന്ന പേരിട്ടുകൊണ്ട് കരിമണ്ണൂര് ഒരു ഗായകരുടെ കൂട്ടായ്മ ഉണ്ടാക്കി. ആദ്യം ഒരു 5 6 പേരൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നീട് ഇതിങ്ങനെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നമ്മുടെ പാട്ടുകളൊക്കെ കേട്ടും ഇന്ന് 42 പേര് ആ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അത് എല്ലാ ഞായറാഴ്ചകളിലും പ്രോഗ്രാമുകൾ ഇപ്പൊ ഞങ്ങളത് 2 ആഴ്ചയിൽ ഒരിക്കലാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പാരിജാതത്തിന് ഒരു ഓഫീസ് തുറന്നു. അത് കരിമണ്ണൂർ ടൗണിൽ നല്ല രീതിയിൽ ഇപ്പൊ പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അവിടെയുള്ള യുവ ഗായകന്മാർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് സാറിന്റെ ഉദ്ദേശം. അതങ്ങനെ പോകുന്നു, അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. എൻ്റെ ചോദ്യം, ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. 1 ലക്ഷത്തിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് ഞാൻ നീട്ടിപ്പറഞ്ഞതാണ്. 1 ലക്ഷത്തിൽ ഒരാൾ. ഇതൊക്കെ ചെയ്യാൻ സാറിനെ പ്രേരിപ്പിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ ആ മനസ്സിലുള്ളത് എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജന്മം എവിടെയെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാവണം. നമ്മൾ സാധാരണ ജനിച്ച് ജീവിച്ച് മരിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട്, പാവപ്പെട്ടവന്റെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് അവൻ എന്ത് ഗുണം കിട്ടും, മറ്റുള്ളവൻ എന്ത് കിട്ടും. ഇപ്പോ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരാം. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും മരിച്ചാലും മരിക്കാത്ത വാക്കുകളാണ്. അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള ധാരാളം വരികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളെ ജീവിതം കൊണ്ട് മറ്റുള്ളവൻ എന്താണ് ഗുണം കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വാർത്ഥ ചിന്തയിൽ നിന്ന് ഉപരിയായിട്ട്. അപ്പോൾ ഇതാണ് എന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അടുത്തു നിൽപ്പോര് അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അല്ലേ? അപ്പോൾ നമ്മള് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പാവപ്പെട്ടവനെ കാണാൻ മനസ്സില്ലാത്തവൻ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ സമീപത്തുള്ള ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്നവനെ ചേർത്ത് നിർത്താൻ കഴിയുന്നവൻ, അവനാണ് യഥാർത്ഥ മനുഷ്യൻ. അത് മതേതരമായി ചിന്തിച്ചുകൊണ്ട്, യാതൊരുവിധ വിഭാഗിതകൾക്കും ഇടം കൊടുക്കാതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട്, ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഉള്ളിലുള്ള ചിന്തയാണ് എനിക്ക് തരുന്ന ആവേശം ഇത് ചെയ്യാൻ. എൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി സാർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഡസ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് നോട്ട് ഡു, നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്, ബൈബിൾ വചനമാണത്. സാർ ഇതൊന്നും പറഞ്ഞതല്ല, ഞാനിത് പലരും അറിഞ്ഞു കേട്ട് ചോദിച്ചതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്രയധികം പൈസകൾ മുടക്കി ഇത്രയും വലിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ
വൈഫിനും പിള്ളേർക്കും ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതുണ്ടോ? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരുന്നത് എൻ്റെ കുടുംബമാണ്. നേരെ മറിച്ചാണ് അതെ അതെ. സംഭവിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ശമ്പളം ഞാൻ സർക്കാരിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ വൈഫ് ലാജി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ശമ്പളവും കൂടി തരാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് തുക കൊടുത്തത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ശക്തിയായിട്ട് ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് എൻ്റെ കുടുംബമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാറ് പറഞ്ഞ പോലെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ അങ്ങനെ സംഭവിച്ചാൽ കുടുംബം പോകും. അപ്പൊ ഇവിടെ കുടുംബവും സന്തോഷമായിരിക്കുന്നു. അതെ, നിങ്ങളുടെ ആഗ്രഹവും അത് നടന്നു പോകുന്നു. അതിലൂടെ നിങ്ങൾ സന്തോഷം സംതൃപ്തി അനുഭവിക്കുന്നു. ചിലപ്പോൾ അവർക്ക് വ്യക്തിപരമായ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്നുണ്ടാവും, എന്റെ സമയം കിട്ടാത്തതുകൊണ്ട്. ഞാനൊരു പുറത്തിറങ്ങി സാംസ്കാരിക പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടാൻ പറ്റാതെ വരാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും പിന്തുണച്ചുകൊണ്ട് ആണ് എൻ്റെ കുടുംബം ഇപ്പം നിന്ന് പോകുന്നത്. പി.കെ. ശ്രീകുമാർ സാറിന്റെ ജീവിതത്തിൽ നമ്മൾ അത്ര അഭിമാനത്തോടെ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയാനുള്ള എന്തെങ്കിലും കാര്യമുണ്ട്? അത് ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ നിലമ്പൂർ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇടപെട്ട എല്ലാ മേഖലകളിലും നിന്ന് നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എടുത്തു പറയാവുന്ന, അതെല്ലാം മൊത്തത്തിൽ ജനറലായിട്ട് പറയുന്നതാണ്. അതിൽ നിന്ന് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഞാൻ ഇന്നത് ഇപ്പോൾ ഓർത്ത് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കുണ്ട് ജീവിതത്തിൽ. പല മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായതിൽ എടുത്തു പറയാവുന്ന ചില അനുഭവം എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള ഒരു അനുഭവം പറയാൻ പറ്റും? അതുണ്ട്. അതായത് എൻ്റെ സ്കൂളില് ഒരു കുട്ടി ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടിയുടെ ചികിത്സ ഞങ്ങൾ ഏറ്റെടുത്തു. 10-30 ലക്ഷം രൂപ ചെലവ് വരുന്ന ചികിത്സയാണ്. അപ്പോൾ ആ ചികിത്സയുടെ ചെലവ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച് ആ ചികിത്സ ഭംഗിയായി ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട്, വ്യക്തിപരമായി നമ്മുടെയും കൂടി ഒരു പ്രവർത്തന ഫലമായിട്ട് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സംതൃപ്തി കിട്ടിയ ഒരു കാര്യമാണ്. അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കരുളായി ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ വാരിക്കൽ ഗവൺമെൻറ് LP സ്കൂളുണ്ട്. അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അന്ന് DPP കാലത്താണ്. DPP 5 സ്കൂളുകൾ നിലമ്പൂർ സബ് ജില്ലയിൽ തുടങ്ങി. അപ്പൊ ആ തുടങ്ങിയ സമയത്ത് ഒരു സ്കൂൾ കരുളായി പഞ്ചായത്തിലാണ്. അപ്പൊ അവിടെ HM-ആയിട്ട് ചാർജ് ആയിട്ടിരിക്കാൻ ആളില്ല. അപ്പൊ ഞാനന്ന് പുറത്ത് സ്കൂളിൽ ജോലിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ അവിടെ എൻ്റെ ചുമതല ഏക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം, ഓഫീസ് വർക്ക് ചെയ്യണം, പ്രധാന അധ്യാപകന്റെ എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ അതുപോലെ കെട്ടിടം പണി ചെയ്യണം, അതിന് മേൽനോട്ടം വഹിക്കണം. ഇത് സാറ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ AEO വിളിച്ച് കാര്യങ്ങളെ ഏൽപ്പിച്ച് ആ പണി വളരെ സത്യസന്ധമായും സുതാര്യമായും ചെയ്ത് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇന്നും വാരിക്കൽ ഗവൺമെൻറ് LP സ്കൂള് തിളങ്ങി നിൽക്കുകയാണ്. അതിന് ഒരു തുടക്കക്കാരനാവാൻ കഴിഞ്ഞു എന്നുള്ളത് അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ മനസ്സിൽ സാറ് ചോദിച്ചല്ലോ, ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനും അത് ജനകീയ വിദ്യാലയമാക്കി മാറ്റിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് ഇന്നും പ്രശോഭിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാറ് പാട്ടിനെ ഏറെ സ്നേഹിക്കുന്ന ആളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? ജയേന്ദ്രൻ. ഏതാണ് ജയേന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ജയേന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന മലയാള ഭാഷതൻ പ്രേതങ്ങളുടെ താഴ്വര എന്ന സിനിമയിലെ വളരെ, അതുപോലെ സുപ്രഭാതം, അത് പണിതരാത്ത വീട്ടിലെ മാധവിക്കുട്ടിയിലെ മാനത്ത്, അത് ഞാൻ പാടിയ പാട്ടാണ്. അപ്പൊ ഇത് ഏത് പാട്ടാണ് ജയന്തന്റെ ഏത് പാട്ടാണ് ഹിറ്റ് അല്ലാത്തത്? യേശുദാസിന്റെ പാട്ട് മോശമെന്നല്ല, പക്ഷേ യേശുദാസിന്റെ എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജയചന്ദ്രന്റെ എല്ലാ പാട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. എന്റെ മനസ്സിലേക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ജയചന്ദ്രൻ ഒരു വികാരമാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം 2025 ജനുവരി 10 മരിക്കുമ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ പറവൂര് പോയി. അദ്ദേഹത്തെ ചേന്നമംഗലം വീട്ടിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ പോയി. കാരണം അത്രമാത്രം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗായകനാണ്. എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ സ്വാധീനിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അതായത് ഓരോ പാട്ടും ഹിറ്റല്ലേ? എല്ലാ പാട്ടും ഹിറ്റാണ്. എല്ലാ പാട്ടുകളും. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം ഞങ്ങൾ കഴിഞ്ഞ വർഷം ദേവരായ മാഷിനോട് ഒരിക്കൽ ആരോ ചോദിച്ചു, പത്രപ്രവർത്തനാണോ അല്ല വേറെ ആരെങ്കിലും ആണെന്ന് അറിയില്ല, ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത പാട്ടുകളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാട്ടുകളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇപ്പം എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. ഈ 3 കുട്ടികൾ ഏത് കുട്ടിയോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുന്നത് ശരിയല്ല. അങ്ങനെയല്ല, ഒരു അച്ഛനെ സംബന്ധിച്ചോളം കുട്ടികളെല്ലാം ഒരുപോലെയാണ്. പക്ഷേ ആ ചോദിച്ച ആൾ വീണ്ടും ഒന്നുകൂടി വേറെ രീതിയിൽ. അപ്പോൾ ദേവരായ മാഷ് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളിൽ 2 പാട്ട് എനിക്ക് വലിയ
ഇഷ്ടമാണ്. ഒന്ന് പി സുശീലയുടെ ഒരു പാട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ പാട്ട് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന പടത്തിൽ മാധുര്യമ്മയോട് കൂടി ജയേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. മല്ലികമാണ്. അല്ല മല്ലികമാണല്ല, തൊട്ടേനെയും ഞാൻ ഓക്കെ. മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചെന്നുള്ള പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളാണ് എന്നെ, ഈ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, അതിലേറെ കുറെ കൂടി സ്വാധീനിച്ചത് എന്ന് പറയാം. എന്ന് മാത്രമല്ല ജയേന്ദ്രൻ്റെ രണ്ടാമത് പാടുന്ന പാട്ട് മഞ്ഞളിൽ മുങ്ങിത്തോർത്തി കളിത്തോളുള്ള പാട്ട്, അതൊക്കെ നല്ല മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. ജയേന്ദ്രൻ്റെ ഒരു പാട്ട് പാടാം, 4 ലൈൻ പാടിയാൽ മതി. 4 ലൈൻ. സാർ എങ്ങനെ പാടുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പാടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ. വളരെ നന്ദി സാറേ, നന്നായിട്ട് പാടി. സാറിന് ദീർഘായുസ്സ് ഉണ്ടാവട്ടെ. സാറിൻ്റെ പ്രവർത്തന മേഖല കുറേ കൂടി വ്യാപിപ്പിക്കട്ടെ. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇനിയും സമൂഹത്തിന് വേണ്ടി ചെയ്യട്ടെ. സാറിനെ പോലുള്ള ആളുകൾ, അവരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരും ഒരുപാട് ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് വരട്ടെ. സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. BBC പരിപാടിയോട് സഹകരിച്ചതിന് വളരെ വളരെ നന്ദി. താങ്ക് യു.